ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാഗി നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഇൻഡോ ചൈനീസ് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ മാഗി നൂഡിൽസ് ഒരു പാക്കറ്റ് ഇടുക. ഒരെണ്ണം ഇട്ട് കൊടുക്കുക. പൊട്ടിച്ചിട്ട് ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ വെള്ളം വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി ഇട്ടിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉലർന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ വറ്റിച്ചെടുത്താലും നന്നായിട്ട് ഉലർന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ്, ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഈ നൂഡിൽസ് വെന്ത് പാകമായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. ഒരു പ്ലേറ്റിൽ ഇങ്ങനെ പരത്തി വെച്ചാൽ മതി. നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ഈ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ചെറിയ വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴന്ന് വരണം. സവാള ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി മാഗിയുടെ ആ മസാലയും കൂടി ചേർത്തിട്ട് നല്ലോണം യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നതൊക്കെ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പാവാൻ വേണ്ടിയിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഈ മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നൂഡിൽസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്